ഈ വഴിയാണ് ആന ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആന വന്ന വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോ നടക്കുന്നത്. ഇതൊക്കെ ആന ചവിട്ടിക്കുന്നത്. ചേട്ടന്റെ പേരെങ്ങനെ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാന ഇറങ്ങിയ മയിലാടുംകുന്ന് ഭാഗത്താണ്. ഈ ഒരു പ്രദേശത്താണ് കാട്ടാനയുടെ വിളയാട്ടം കാണാനുള്ളത്. അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാവിന്റെ അടുത്ത് ഈ പ്ലാവിലുള്ള ചക്ക ഏകദേശം 3 ആൾ ഉയരത്തിൽ വരെയുള്ള ചക്കയെല്ലാം ഈ ആന വലിച്ച് താഴേക്ക് ഇട്ടു. പഴമൊക്കെ ഈ പരിസരത്തിട്ട് കുറെയൊക്കെ ചവിട്ടി കൂട്ടി നാശമാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ആനയും കൂടി പോകുന്നു. ഇവിടെ കയറി അതായത് ഇതിലെ കയറി ഇവൻ ഇവിടെ വന്നു. ഇവിടെയാണ് കൂടുതലായിട്ട് ഈ ചപ്പും ചവറും കാണും ചവിട്ടി ഓടിച്ചതായിട്ട് കാണുന്നത്. ഈ ഭാഗത്ത് അല്ലെ? ഈ ഭാഗത്ത് അതായത് ഇവിടെ നിന്നിട്ടാണ് ആന ഈ പ്ലാവയിലേക്ക് മുൻകാലെടുത്ത് വെച്ച് കുലുക്കി ചാടിക്കുന്നത് അല്ലെ? ഇവിടെ പരിസരം മൊത്തം ചവിട്ടി നാശമാക്കി ഇട്ടിട്ടുണ്ട്. കാടൊക്കെ ചവിട്ടി നാശമാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഭീകരക്കാഴ്ചയാണ്. കാരണം ഈ ആനകളൊക്കെ ഇങ്ങനെ നമ്മുടെ വെളും പ്രദേശത്തുള്ള അതായത് കാലി ചവിട്ടി ആന ചവിട്ടി കയറിയിട്ടുണ്ട്. ചവിട്ടി കയറിയിട്ടുണ്ട് ആന അല്ലേ? ആന ഈ വഴി നേരെ നമ്മൾ പോകുന്നു. വീടിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്ററോളം ആന ഈ പുരയിടത്തിൽ കൂടെ തന്നെ നടന്ന് ഈ കനാലിന്റെ ഭാഗത്ത് എത്തിയപ്പോ ഇവിടെ ഒരു തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ആനയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ വന്നതോടെ ആന വീണ്ടും തിരിച്ച് ഇതേ വഴി തന്നെ സാറിന്റെ അതായത് ഐസക് സാറിന്റെ വീടിന്റെ മുന്നിൽ കൂടി തന്നെ ആന ഈ ഭാഗത്തേക്ക് നീങ്ങി റോഡിലേക്ക് കടക്കുകയുണ്ടായത് അല്ലെ? ഇപ്പൊ നമ്മൾ ആന വന്ന വഴി കൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ ആന വന്ന വീടിന്റെ ഭാഗത്ത് നിന്ന് കയറി നേരെ കനാലിന്റെ ഭാഗത്തേക്ക് വരുന്നു. ആ കനാലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് ആന ഈ വഴി തന്നെ നടക്കുന്നു. അപ്പൊ ഇവിടെ ഓലയൊക്കെ തെങ്ങേന്ന് ഓലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ആന എടുത്തിട്ടാന്നു ഇതിന് ഈ പച്ചോല അല്ലെ? ഇതിലെ വന്നിട്ട് ഈ വഴിയാണ് ആന മുകളിലേക്ക് കയറിയത് അല്ലെ? ഇവിടെ ആനയുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. ഈ വഴിയാണ് ആന മുകളിലേക്ക് കയറുന്നത്. ഇവിടെ ആനയുടെ കാൽപ്പാട് കൃത്യമായിട്ടുണ്ട്. ഇതിലെ ആന എത്തി ഈ ചെറിയ കരിങ്കൽ കെട്ട് ചാടിക്കടന്നാണ് ആന ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ആന പിന്നെ ഇതിലെ തന്നെ വരുന്ന ഈ ഭാഗത്തൂടെ അല്ലെ? ഈ ഭാഗത്തൂടെ കടന്നു. ഇപ്പൊ ഞാൻ ഈ നടക്കുന്ന ഭാഗത്തൂടെയാണ് ആന കടന്നിട്ടുള്ളത്. കാൽപ്പാടൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തു കൂടി നടന്ന് ഇവിടെയെല്ലാം കാൽപ്പാടുണ്ട്. ഏറ്റവും ഭീതിജനകമായ ഒരു കാഴ്ച തന്നെയാണോ. കാരണം ടാർ റോഡിൽ നിന്നും ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരത്തിലാണ് ഈ ഐസക് സാറിന്റെ വീടുള്ളത്. ഇവിടെയെല്ലാം ആനയുടെ കാൽപ്പാടുണ്ട്. ഈ വഴിയാണ് ആന വീണ്ടും പുറത്തേക്ക് കിടക്കുന്നത്. ഇവിടെ പൊളിച്ചാണ് ആന ഈ വഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ പൊളിച്ചിറങ്ങിയിട്ട് അത് പൊളിച്ച് കയറി അതിലേ പോയി ആ കയ്യാല. ഇവിടെയാണ് ഈ കയ്യാല പൊളിച്ചാണ് ആന എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നേരെ ഈ ടാർ റോഡിലേക്ക് കടന്നു. ഈ ടാർ റോഡ് വഴിയാണ് ആന ഈ ഭാഗത്തേക്ക് എത്തിയത്. ആന ഈ പുരയിടത്തിലേക്കാണ് കടന്നത്. ഇവിടെ നിന്നും ഒരു 300 മീറ്ററോളം മുമ്പോട്ട് പോയി തൊട്ടപ്പുറം ഒരു കനാലുണ്ട്. ആ കനാലിന്റെ സൈഡിൽ വരെ എത്തി. അവിടെ ഒരു തെങ്ങ് മറിച്ചിട്ടുണ്ട്. അതിനുശേഷം ആന ഏകദേശം പോയ വഴിയല്ലാതെ മറ്റൊരു വഴിയിൽ കൂടി തിരിച്ചു വന്നത് ഈ കയ്യാല പൊളിച്ചാണ് ഇപ്പൊ പുറത്തേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ കാണുന്നത് ടാർ റോഡാണ്. ഈ റോഡിൽ നിന്നാണ് ആന നേരെ ഈ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. ഇത് വലിയൊരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. കാരണം നാട്ടുകാരെല്ലാം വളരെ ഭീതിയിലാണ്. ഈ പ്രദേശത്തേക്ക് ആന ആദ്യമായിട്ടാണ് എത്തുന്നത്.
ഒരു വീട്ടിലേക്ക് ഒരു ടാർ റോഡിൽ നിന്നും അധികം ദൂരെ അല്ലാത്ത ഒരു വീട്ടിലേക്ക് ആന രാത്രി പുലർച്ചെ 2:30 തന്നെ എത്തുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറിലേറെ ആന ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു 200-300 മീറ്ററോളം നടന്ന് ആ കനാലിന്റെ അരികത്ത് വരെ പോയി ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിലെ ചക്കയെല്ലാം വലിച്ച് താഴെയിട്ടു. അവിടെ ചവിട്ടി മെതിച്ച് നാശമാക്കിയാണ് ആന ഈ വഴി പുറത്തേക്ക് വന്നിട്ടുള്ളത്.